വിഷയം ഭാഷയാണ്. 15 നിമിഷം മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1500-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ഭാരതം, അതിൽ തന്നെ 140ഓളം ഔദ്യോഗിക ഭാഷകളും, അതിൽ തന്നെ മലയാളം സംസാരിക്കുന്ന എല്ലാവരും തന്നെ മലയാളിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. മലയാളത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് അവൻ്റെ മാതൃഭാഷ ജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവൻ്റെ സ്വത്വസിദ്ധമായ കഴിവും അവൻ ആർജിച്ചെടുത്തിട്ടുള്ളതുമാണ്. ഇത്തരം ഒരു വിഷയത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ദൈനംദിന രീതിയിൽ സംസാരിക്കുന്ന മലയാള ഭാഷകളിൽ കടന്നുകൂട്ടിയിട്ടുള്ള ആംഗലേയ പദങ്ങളും മറ്റു ഇതര ഭാഷാ പദങ്ങളും കൂട്ടിവെച്ചിട്ടുള്ള നമ്മുടെ ഭാഷാപ്രയോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാഴ്ചയിൽ നിങ്ങൾ കാണാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തുറന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം 15 നിമിഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ എന്നിൽ കടന്നു വരാവുന്ന നിർത്തലുകളും നീട്ടലുമുണ്ട്. ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അത് തന്നെ ഞാൻ എൻ്റെ ഭാഷയിൽ എൻ്റെ പദങ്ങളെ തേടുന്ന, എൻ്റെ ചിന്തയിൽ എൻ്റെ പദങ്ങളെ തേടുന്ന ഒരു സ്വഭാവമാണ്. അത് എന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ ഒരു 15 നിമിഷത്തോളം പരിപൂർണമായും മലയാളത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അന്യഭാഷയെ നമ്മൾ സ്നേഹിക്കണം, അന്യഭാഷ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. അത് നമ്മുടെ ആതിഥേയത്വ മനസ്സ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാതൃഭാഷയെ നമ്മൾ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞത്, അത് നമ്മുടെ പ്രയോഗത്തിൽ കൊണ്ടുവരണം. ഈ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അതിൽ ആംഗലേയ പദങ്ങളോ അല്ലെങ്കിൽ മറ്റിതര ഭാഷാ പദങ്ങളോ കടന്നുകൂടാത്ത രീതിയിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ തമിഴ് ഭാഷയിൽ തമിഴ് സമൂഹത്തിൽ അവരുടെ ചുറ്റുപാടുകളിലും അവരുപയോഗിക്കുന്ന വസ്തുക്കളിലും എല്ലാം തന്നെ അവർക്ക് കൃത്യമായ ഒരു തമിഴ് വാക്കുണ്ടായിരിക്കും. അതിന് ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ചിത്രീകരണം ഉപയോഗിക്കുന്ന ഈ സംവിധാനത്തിന് തമിഴിൽ പറയുന്നത് കൈപ്പേശി എന്നാണ്. കൈപ്പേശി എന്നൊരൊറ്റ വാക്കിൽ അത് ഉൾപ്പെടുത്തി അതിനെ നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുകയാണ്. കൃത്യമായ വാക്കുമാണത്. ഇതിൽ തന്നെ നമ്മളതിനെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കുന്നത്, കയ്യിൽ സംസാരിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ നമ്മളതിനെ ഒന്ന് മലയാളത്തിലേക്ക് ആക്കാൻ ശ്രമിച്ചു നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ആധുനിക സമൂഹത്തിൽ നമ്മളൊരു എന്താ പറയുന്നത്, ഉപഭോക്തൃ സമൂഹമാണ്. അതിൽ മറ്റ് പല രാജ്യാന്തര ശക്തികളെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കച്ചവട താല്പര്യങ്ങളിലേക്കെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഉപഭോക്തൃ സമൂഹത്തിന് എന്ത് വേണമെന്നുള്ളത് അവർക്കറിയാം. അടുത്തത് എന്ത് എന്നുള്ളത് നമുക്കറിയില്ല. ഈ പറയുന്ന സംവിധാനത്തിൻ്റെ ആണെങ്കിൽ തന്നെയും അടുത്ത ഒരു തലമുറ എന്തെന്നുള്ളതൊന്നും അല്ലെങ്കിൽ അടുത്ത സാധ്യത എന്തെന്നുള്ളതൊന്നും നമുക്കറിയില്ല. എപ്പോഴോ നമ്മുടെ ഇടയിലേക്ക് പൊട്ടി വീഴുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആകാംക്ഷാഭരിതരാകും, അതിൻ്റെ പുറകെ ഓടുകയൊക്കെ ചെയ്യുന്ന ഒരു ചാഞ്ചല്യ മനസ്സായിട്ട് ജീവിക്കുന്ന ഒരു പറ്റം സാധു മനുഷ്യരെന്ന് തന്നെ മലയാളി സമൂഹത്തിനെ പറയേണ്ടി വരും. പ്രബുദ്ധത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പരിഷ്കൃത സമൂഹമാണ്. പരിഷ്കൃത സമൂഹത്തെ തന്നെ പ്രബുദ്ധത കൈവരിക്കണമെങ്കിൽ ആ പ്രബുദ്ധതയ്ക്ക് അനുസരിച്ചുള്ള ചില കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഞാനടക്കം ഞാനാണെന്ന് മാത്രം പറയുന്നില്ല, ഞാനടക്കം പരിചയിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഭാഷാപ്രയോഗം. ഈ ഭാഷാപ്രയോഗത്തിൽ ഇപ്പോൾ ഞാനിതിപ്പോൾ പറയുമ്പോൾ ഇത് കേട്ടാൽ മനസ്സിലാകുന്ന ഇതര ഭാഷ ആൾക്കാരുണ്ടാവും, മലയാളം പറയുന്ന. അവരോട് തന്നെ പറയട്ടെ, നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞങ്ങൾ തമിഴ്, ഹിന്ദി, കന്നഡ, ബംഗ്ല, ഉറുദു, തുളു അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഇതര ഇപ്പം ആധുനിക സമൂഹത്തിൽ നമുക്കിപ്പം ആംഗലേയം, പിന്നെ മറ്റ് രാജ്യാന്തര ഭാഷകളെല്ലാം മനസ്സിലാകുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മൾ. അതാണ് നമ്മുടെ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിഷ്കൃത സമൂഹത്തിൻ്റെ ആന്തരിക വികസനം എന്ന് പറയുന്നത് അത് തന്നെയാണ്.
ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ മറ്റെന്താണെന്നുള്ളത്, അവരെന്താ പറയുന്നതെന്നോ അല്ലെങ്കിൽ അതിലെന്താ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് വികസനം ഉണ്ടാവുള്ളൂ. എല്ലാത്ര തങ്ങൾ നമുക്ക് വികസനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് അത്തരത്തിലൊരു വികസനത്തിൻ്റെ പരിഷ്കൃത സമൂഹമാണ് നമ്മൾ. പക്ഷെ നമുക്കിവിടെ ഇവിടെ സംഭവിച്ച കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തമായ ഭാഷ നമ്മൾ പലപ്പോഴും മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ മതിടാ ഉവേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് എന്തിനാണ് അങ്ങനെ പറയുന്നത്. ആയിക്കോട്ടെ, അതല്ല ഞാൻ വെറുതെ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോഴും ഇപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങളിൽ പലപ്പോഴും ഇതര ഭാഷ കടന്നുകൂടാം. അപ്പോൾ അത് ക്ഷമിക്കണം എന്ന് പറയുന്നില്ല, അത് ന്യൂനതയാണ്. എനിക്കും നിങ്ങൾക്കും സംഭവിക്കുന്ന ന്യൂനതയാണെന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ ഭാഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭാഷയിൽ ബിരുദമെടുത്ത ആൾക്കാരുണ്ടാവും, ബിരുദാനന്ദ ബിരുദമെടുത്തവരുണ്ടാവും, വായിച്ചറിവ് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, എഴുത്തുകാരുണ്ടാവും, അങ്ങനെയുള്ള സാമൂഹിക മണ്ഡലങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, പരിപൂർണമായിട്ട് മലയാളം സംസാരിക്കുന്ന ആളുകൾ. അവർക്കൊക്കെ നമ്മൾ നല്ല കയ്യടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം കൊടുക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന കാര്യം വായനാശീലത്തിൻ്റെ കുറവായിരിക്കാം എന്ന് പറയും. അതെ, വായനാശീലത്തിൻ്റെ കുറവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു 2 പോയിൻ്റോടെ പറഞ്ഞ് രണ്ട് സൂചികളോട് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അതായത് എനിക്ക് മുമ്പ് ഭൂമികൾക്ക് ഉണ്ടാക്കിയിരുമെന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കളും ഗുരുകാരണവന്മാരും എല്ലാവരും എഴുതുകയും പറയുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുകയും പറയുകയും കേട്ടും ഒക്കെയാണ് ഈ പറയുന്ന പുതുതലമുറയിലെ ആംഗലേയ സാഹിത്യത്തിലെ അവസാന 3 നക്ഷത്രങ്ങളിലെ ആദ്യ അക്ഷരങ്ങളിൽ ജീവിക്കുന്ന ഞാൻ. ഇനി എനിക്ക് പിന്നാലെ വരുന്ന മറ്റു 3 വികരണങ്ങളിൽ 3 തരംഗ ദൈർഘ്യങ്ങളിലുള്ള അടുത്ത തലമുറയും ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അതിൽ തന്നെ നമ്മൾ ഒരു ഖണ്ഡിക ഏതെങ്കിലും പഴയ പുസ്തകങ്ങളിലെയോ അല്ലെങ്കിൽ പുതിയ പുസ്തകങ്ങളിലേക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കടന്നുകൂടിയിരിക്കുന്ന കൃത്യമായ മലയാളമല്ലാത്ത ഇതര ഭാഷാ സഹായങ്ങളോടുകൂടി ആശയവിനിമയം നടത്തേണ്ട ഖണ്ഡിക പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു രചനാവൈഭവം കാണാൻ സാധിക്കും. ഉദാഹരണമൊന്നും എടുത്തു പറയാനായിട്ട്, പഴയ ഉദാഹരണമൊന്നും പറയാനായിട്ട് ഞാൻ തയ്യാറല്ല. കാരണം അത്തരം രീതിയിലേക്ക് പോയിട്ട് ഞാനവിടെ നിന്ന് നല്ല പൊട്ടത്തിലൊക്കെ വിളിച്ച് പറഞ്ഞു, വായിത്തന്നൊക്കെ വിളിച്ച് പറയുന്ന രീതിയിലൊക്കെ അങ്ങനത്തെ രീതിയിലേക്ക് സംസാരിക്കാൻ ഞാൻ എന്നെ അനുവദിക്കാറില്ല. ആദ്യം മനസ്സിലാക്കാം. എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും എൻ്റെ ഭാഷയും സംസാരിക്കാൻ ഉപയോഗിക്കുന്ന രീതികളും നമുക്ക് അതിനെ ആ രീതിയിലേ കണ്ടേ പറ്റുള്ളൂ. കാരണം കുടുംബത്തിൽ പറയാവുന്ന കാര്യങ്ങൾ അത് നമ്മൾ ജനാധിപത്യപരമായ രീതിയിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ കുടുംബത്തിനുള്ളിലെ ജനാധിപത്യ അന്തരീക്ഷം നന്നായിരിക്കും എന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായതാണ്. അതുപോലെ അല്ല കൂട്ടുകാരുടെ അടുത്ത് പറയുമ്പോഴും അതിൽ ജനാധിപത്യം വേണം, സത്യസന്ധത വേണം. കൂട്ടല്ല കുടുംബത്തിൽ പറയാവുന്ന കാര്യങ്ങൾക്കും ലിമിറ്റുണ്ട്, കൂട്ടിന് പരിധിയില്ല. കൂട്ടിൽ സംസാരിക്കുമ്പോൾ പരിധിയില്ല. കൂട്ടിലറിയാവുന്ന പോലെ നമ്മൾ കുടുംബത്തിൽ അറിയണം നിർബന്ധമില്ല. അത്ര വലിയ കുടുംബ മഹിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഭിജാത്യം അതൊക്കെ പറയുന്ന ആളുകളാണെങ്കിലും അവരുടെ കൂട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് കൂട്ടുണ്ടെങ്കിൽ നല്ല മനസ്സിലാവുള്ളൂ. കൂട്ടുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു, കൂട്ടില്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. എനിക്ക് കൂട്ടില്ലാത്തൊരു ഇഷ്ടമല്ല, കൂട്ടുള്ളവരെ എനിക്കിഷ്ടം. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും കൂട്ടുകാരുള്ള ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കൂട്ട് എനിക്കാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണം കൂട്ടുകൂടാനുണ്ട്. അല്ലാതെ നിങ്ങൾ കൂട്ടില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളും കൂട്ടാൻ പറ്റില്ല.
കൂട്ടന്വേഷിച്ച് പോകണം. അപ്പോൾ കൂട്ടുകാരുണ്ടാവും. കൂട്ടുകാരോട് ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, നമ്മൾ അങ്ങോട്ട് സംസാരിക്കണം. അപ്പോൾ കൂട്ടുകാരുണ്ടാവും. അതാ ഞാൻ പറഞ്ഞു, കൂട്ടിന് പരിധിയില്ല. പ്രായഭേദ വന്യേ കൂട്ടിന് പരിധിയില്ല. ആ കൂട്ടിൽ സംസാരിക്കുന്ന ഭാഷയ്ക്കും പ്രത്യേകതകളുണ്ടാവും. അപ്പം ഞാൻ ചില സാംസ്കാരിക മണ്ഡലങ്ങളിലും ചില സാംസ്കാരിക കൂട്ടായ്മകളിലും അല്ലാതെയും എൻ്റെ കൂട്ടുവൃന്ദങ്ങളിലും എല്ലാം തന്നെ, സുഹൃത്ത് ബന്ധങ്ങളിലും എല്ലാം തന്നെ പരിപൂർണമായിട്ട് മലയാളത്തിൽ വൃത്തിയായിട്ട് സംസാരിക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരിക എന്നുണ്ടെങ്കിൽ, സംശുദ്ധമായ മാതൃഭാഷ സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തെറി പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലരും ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. പല വാക്കുകൾക്കും ഇപ്പോൾ അതിന് തടസ്സം വെക്കാനുള്ള സംവിധാനം വരെയുണ്ട്. മലയാള ഭാഷയിൽ തന്നെ ചില വാക്കുകൾക്ക് തടസ്സം വെക്കാനുള്ള സംവിധാനങ്ങൾ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറിയല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ ലൈംഗിക അധിക്ഷേപമാണ് നടത്തുന്നത്. സത്യം പറഞ്ഞാൽ മലയാളത്തിൽ മര്യാദയ്ക്ക് ഒരാളെ അപമാനിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് വാക്കുകളൊക്കെ, 2-3 വാക്കുകളൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. അത് തന്നെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കുമോ, നമുക്ക് തന്നെ ദേഷ്യം തോന്നത്തില്ല. ബാക്കി മുഴുവൻ നമ്മൾ ലൈംഗിക അധിക്ഷേപം ഓടിച്ച് പറയുന്നത്. അത് നമ്മൾ കൂട്ടുകാരുടെ മുമ്പിൽ പറയുന്നതിനോ അല്ലെങ്കിൽ കുഴപ്പമില്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറും. നാട്ടിലിറങ്ങി പറഞ്ഞാൽ അതിനപ്പുറമാകും. ശരിയല്ലേ? അപ്പോൾ ഈ ഭാഷാ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനൊരു ഘടകത്തിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 നിമിഷത്തോളം നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിന് വ്യത്യാസം വരുത്തുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ അനുചിതം നമ്മൾ സംസാരിക്കുകയും ആശയവിനിമയം ചെയ്യുമ്പോഴും ഈ ഭാഷ പദങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മുടെ ഉണ്ടാകണം. ബോധമാണ് വേണ്ടത്, ബുദ്ധിയല്ല. ബുദ്ധി വൈകി വരുന്ന ഒന്നാണ്. അനുനിമിഷ ബോധമാണ് നമ്മളെപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് വെച്ച് ഭയങ്കര താത്വിക അവലോകനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാഹിത്യ രൂപേണുള്ള കാര്യങ്ങളോ നിങ്ങൾ ഉപദേശിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ചില നേർത്തത്യങ്ങൾ മാത്രം വിളിച്ച് പറയുന്നു മാത്രം, നേർക്കാഴ്ചകളുടെ ചില ബോധ്യങ്ങൾ മാത്രം. അപ്പോൾ അതിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്ന വാക്കുകളിൽ നമ്മൾ പരിപൂർണമായ മലയാള പദം എന്തെന്നുള്ള ബോധം നമുക്ക് എപ്പോഴും കടന്നു വരണം ഇനിയുള്ള കാലം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ മലയാള പദങ്ങൾ ചുരുങ്ങി മറ്റ് പദങ്ങൾ കയറി ഈ മാറ്റം എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് പല രീതിയിലുള്ള മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യർ സഞ്ചരിക്കുന്നത്. ഒരു മാറ്റം എന്ന് പറയുന്ന വാക്കിന് മാത്രം മാറ്റമില്ലെന്ന് നിരവധി പ്രാവശ്യം നമ്മൾ എഴുതിയും കണ്ടും കേട്ടും ഒക്കെ വളർന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ മാറ്റങ്ങളോടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഭവമാണ്, പക്ഷെ അതിന് വില ഭയങ്കരമാണ്. അങ്ങനെ വാക്കുകളുടെ മൂല്യം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ എൻ്റെ ഒരു ബോധത്തിൽ തോന്നിയൊരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനൊരു ചിത്രീകരണം തന്നെ എടുത്തത്. കഴിഞ്ഞ ദിവസം ഞാനൊരു നേർചിത്രീകരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു വാക്ക്, അങ്ങനെ 1-2 വാക്കുകൾ വന്നത് ആംഗലേയത്തിലാണ് വന്നത്. അതിൽ രാഷ്ട്രമീമാംസ ഉൾപ്പെടുന്നുണ്ട്, വേറെ 2-3 വാക്കുകൾ ഉൾപ്പെടുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുപ്പായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കമ്പോളനാമം, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ നിർമ്മിത ബുദ്ധിയൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ രാജ്യാന്തര തലത്തിലുള്ള ആരിപ്പേരിട്ട് അരിച്ച് വിവിധ വേർഡുകളിലൂടെ വിവിധ ആൾക്കാരുടെ ഭൗതിക സ്വത്താക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഭൗതിക സ്വത്തൊന്നിൻ്റെ കൃത്യമായ ആംഗലേയം അത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതും എഴുതുന്നതുമായിട്ടുള്ള പല വാക്കുകൾക്കും ഭൗതിക സ്വത്വം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
നമുക്ക് ചിത്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് മറ്റു രീതിയിലേക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമോ? അത് ആകുന്നതല്ല. അപ്പോൾ ചെറിയ ചെറിയ വാക്കുകൾക്ക് ഇങ്ങനെ ഭൗതിക സ്വത്വം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ സാധിക്കുന്നതിൻ്റെ ഒരു സൂചനയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പല പദങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് പിന്നീട് നമുക്ക് വരുന്ന പരസ്യങ്ങൾ പലപ്പോഴും പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്രയോ ചിത്രീകരണങ്ങൾ നിങ്ങളത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ വാക്കാണ്. അവരുടെ വാക്ക് അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരസ്യം നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അതാണ് നിങ്ങൾക്ക് എളുപ്പം ഞാൻ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഉദാഹരണം. ഇനി നാളെ രാവിലെ പത്രം എടുത്ത് വരുമ്പോൾ ആദ്യത്തെ ഖണ്ഡിക വായിക്കുക, അതിൽ എത്ര പരിപൂർണ്ണ മലയാളം ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇതൊരു ഭാഷാ ജ്ഞാനി അല്ലെങ്കിൽ ജ്ഞാനം ഉൾക്കൊണ്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് എടുക്കണ്ട. നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ മലയാളം എന്ന് പറയുന്ന ഭാഷയ്ക്ക് അതിൻ്റെ വാക്കുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കരുതലായിട്ട് മാത്രം എടുത്തുകൊണ്ട് ഈ ചിത്രീകരണത്തിനെ നിങ്ങൾ കാണേണ്ടതാണ്. അതുമാത്രമേ എനിക്ക് ഇതിലൂടെ പറഞ്ഞു വയ്ക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അനുബന്ധ ചിത്രീകരണം നടത്താൻ ഞാൻ തയ്യാറുമല്ല. അതിൽ എന്നെക്കാളും ഭാഷാ പരിചയമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിഷയം ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അവർക്ക് അതിൻ്റെ ഒരു വാക്കിൻ്റെ ചരിത്രവും ഒരു വാക്കിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ മലയാള വാക്ക് എന്താണ്, ആ വാക്കിൻ്റെ ഉൽപ്പത്തി എന്താണ്, നഷ്ടപ്പെട്ടു പോയ വാക്കെന്താണ്, അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിർവ്വാണം വിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. അപ്പോൾ എന്തൊക്കെയായാലും സംസാരിക്കുമ്പോൾ മലയാള ഭാഷ മലയാളി സംസാരിക്കുമ്പോൾ മലയാളം കൈവിടാതിരിക്കട്ടെ. സ്നേഹം.